വെൽക്കം ടു എവരി വൺ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വഴുതനങ്ങ കറിയാണ്. 1/4 കിലോ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 4 ടൊമാറ്റോ, ഒരു സവാളയുള്ളി, ഒരു കിഴങ്ങ്, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇപ്പം ഞാൻ ഉള്ളി അരിഞ്ഞ് വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങയും ആഡ് ചെയ്യാം. എല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി വഴുതനങ്ങ കൂടെ ഇട്ട് നമുക്ക് ശരിക്ക് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴറ്റണം, പച്ചിപ്പൊക്കെ മാറാൻ വേണ്ടിയാണ്. നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമുക്ക് കിഴങ്ങൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം ആഡ് ചെയ്യാം. ഇപ്പം നല്ലവണ്ണം വഴുതനങ്ങ വഴണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കിഴങ്ങ് ആഡ് ചെയ്യുകയാണ്. ഈ കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം നമുക്കൊന്ന് വഴറ്റാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി മതി മല്ലിപ്പൊടി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നല്ലവണ്ണം വഴറ്റാം. എല്ലാം വറുത്ത് പൊടിച്ചതാണെങ്കിൽ ഒന്നുകൂടെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് നല്ലവണ്ണം വഴറ്റാം. ഇനി 2 പച്ചമുളക് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്യുക. ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് 4 തക്കാളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പേസ്റ്റാക്കാം. ടൊമാറ്റോ പേസ്റ്റ് ആക്കുവാണ്. ടൊമാറ്റോ കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഞാൻ ഇതിനകത്തോട്ട് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. 4 ടൊമാറ്റോയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ല രുചികരമായ കറിയാണ്. നിങ്ങൾ അവസരം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെക്കാം. ഒറ്റ വിസിൽ വരുന്നിടം വരെ കുക്കറൊന്ന് അടച്ച് ഒറ്റ വിസിൽ, കൂടുതൽ വേണ്ട. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഗ്രേവിക്ക് വേണ്ടി നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം ഞാൻ 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ ഗ്രേവി വേണ്ട, അതുകൊണ്ട് ഇത്രയും മതി. ഉണ്ടോ? ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്യണം. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. തണുത്തിട്ടേ തുറക്കാവും. ഉണ്ട്. ഇപ്പം വേണ്ട എണ്ണയെല്ലാം മേളി വന്നിട്ടുണ്ട്. നമ്മൾ തണുത്തിട്ടേ തുറക്കാവെന്ന് പറയുന്നത് ഈ എണ്ണയെല്ലാം മേളി വരാൻ വേണ്ടിയാണ്.
നമ്മൾ പിടിയും തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊന്നും മേളി വരത്തില്ല. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം മേളി വന്നിട്ട് കറി റെഡി ആയിട്ടുണ്ട്. നോക്കും, ഇത് ചോറിനോ ചപ്പാത്തിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം. നിങ്ങളും ട്രൈ ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വരുന്നിടം വരെ ഗുഡ് ബൈ.